SFIയോട് ചില ചോദ്യങ്ങൾ ചോദിച്ചല്ലോ അഖിൽ, അത് ശിവപ്രസാദ് മറുപടി പറയും. ശിവപ്രസാദ് ചോദ്യങ്ങൾ ചോദിച്ചു, നിങ്ങൾ CJPയുടെ പിന്നിലാണോ അണിനിരക്കേണ്ടിയിരുന്നതെന്നുള്ള ചോദ്യം ചോദിക്കുകയും ചെയ്തു. എന്താണ് അതിന് മറുപടി പറയാനുള്ളത്? യഥാർത്ഥത്തിൽ നാട്ടിൽ നടക്കുന്ന എന്താണെന്ന് തിരിയാത്തതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വർഷം നമ്മുടെ യുവമോർച്ചയുടെ പ്രതിനിധിക്കുണ്ട്. 11 വർഷം തുടർച്ചയായി ഭരിക്കുമ്പോൾ ആ ഭരണത്തിൻ്റെ ഒരു ആലസ്യവും ഒരു ഉന്മാദവുമൊക്കെ രാജ്യത്തെ BJPയെയും RSSനെയും പിടികൂടിയിരിക്കുന്നതിൻ്റെ ഒരു ലക്ഷണത്തിൻ്റെ ഭാഗമാണ് ഇപ്പോൾ ഈ പറഞ്ഞ പ്രസ്താവന. നമ്മൾ ഡൽഹിയിലേക്ക് SFIയുടെ നേതൃത്വത്തിൽ നീറ്റ് പരീക്ഷ അട്ടിമറിക്കപ്പെട്ടതിന് ശേഷം അത് രാജുവിന്റെ മുന്നിൽ ഞാൻ സമരം നടത്തുന്നത് നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. 10 വർഷത്തിനിടയ്ക്കല്ലല്ലോ ഇതിന് സമരം നടത്തുന്നത്. അഖില അബദ്ധങ്ങളും തെറ്റിദ്ധാരണാജനകമായ വസ്തുതകളും പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഞാൻ മിണ്ടാതിരുന്നു. നിങ്ങൾ പറഞ്ഞത് മുഴുവൻ ഞാൻ മിണ്ടാതിരുന്നു. ജനാധിപത്യ സംവാദത്തിന് വിരുദ്ധമായ നരേന്ദ്രമോദി ശൈലിയാണ് അഖിലിൻ്റെതെങ്കിൽ തുടർന്നോളുക, എനിക്ക് പ്രശ്നമില്ല, എനിക്ക് തർക്കമില്ല. നമ്മൾ രാജ്യത്ത് അനുഭവിക്കുന്നല്ലോ, അഖിലിനെ കൂടി ആ ജനാധിപത്യ വിരുദ്ധം അനുഭവിക്കുന്നത് എനിക്ക് യാതൊരു പ്രയാസമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ രാജ്യത്ത് വളരെ സമൃദ്ധമായി ഈ ചർച്ചയിൽ യഥാർത്ഥ ഈ വിഷയത്തിൻ്റെ ക്രക്സിൽ നിന്ന് വഴിതിരിച്ചു കൊണ്ടുപോകാൻ ബോധപൂർവമായ പരിശ്രമം അഖിൽ നടത്തിയതിന് ഞാൻ കുറ്റം പറയുന്നില്ല. അതേ പരിശ്രമമാണ് നിർഭാഗ്യവശാൽ ഇവരുടെ മുകൾ മുതൽ താഴെ വരെയുള്ള സംവിധാനം ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ഈ സമരത്തിൻ്റെ കാതലായ പ്രശ്നത്തിൽ ഇത് ഡൈവേർട്ട് ചെയ്യുക. രാജ്യതലസ്ഥാനത്ത് ഇപ്പോൾ CJPയെ നിങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞങ്ങൾ വിലയിരുത്തുന്നത് CJPയെ ഈ രാജ്യത്തെ യുവാക്കൾ കുറേ നാളുകളായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിഷേധത്തിൻ്റെ അവരുടെ ഒരു വികാരത്തിൻ്റെ പ്രതിഫലനമായിട്ടാണ് ഞങ്ങൾ CJPയെ വിലയിരുത്തുന്നത്. അതാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. രാജ്യത്തെ ചെറുപ്പക്കാർ അസംതൃപ്തരാണ്, വിദ്യാർത്ഥികൾ അസംതൃപ്തരാണ്, തൊഴിലില്ലായ്മ ഭീകരമായി രാജ്യത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, വിദ്യാഭ്യാസ മേഖലയിൽ അഴിമതി ഭീകരമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഈ അഴിമതിക്കും തൊഴിലില്ലായ്മയ്ക്കും യുവാക്കൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെയും അഡ്രസ്സ് ചെയ്യാൻ രാജ്യം ഭരിക്കുന്ന ഒരു ഭരണകൂടത്തിന് കഴിയാതെ പോകുന്നു. ആരോടാണ് ചോദ്യം ചോദിക്കുന്നത്? രാജ്യം പ്രതിസന്ധിയിലാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ വാനോളം ഉയർന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രതിപാദനമായ പ്രവർത്തനത്തെപ്പറ്റി പറയുമ്പോൾ 22 ലക്ഷം വിദ്യാർത്ഥികൾ എഴുതിയൊരു പരീക്ഷ അട്ടിമറിക്കപ്പെട്ടിട്ട് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ആ വിഷയത്തെ ഒന്ന് അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ എന്തുകൊണ്ടാണ് തയ്യാറാവാത്തതെന്ന് ചോദിക്കാൻ ഞങ്ങളെക്കാൾ നിങ്ങൾക്ക് ഉത്തരവാദിത്തമില്ലേ? നിങ്ങളാണല്ലോ ഈ ഗവൺമെൻറ്റിൻ്റെ പ്രചാരകരായി നാട്ടിൽ പ്രവർത്തനം നടത്തുന്നത്. നിങ്ങൾ ചോദിക്കണ്ടേ? നിങ്ങളുടെ BJPക്കാരുടെ മക്കൾ നീറ്റ് പരീക്ഷ എഴുതിയിട്ടില്ലേ? RSSകാരുടെ മക്കൾ നീറ്റ് പരീക്ഷ എഴുതിയിട്ടില്ലേ? നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ കുടുംബങ്ങളിലെ കുട്ടികൾ ഈ പരീക്ഷ അട്ടിമറിക്കപ്പെട്ടതിൻ്റെ പേരിൽ മാനസികമായി ബുദ്ധിമുട്ടിലേർപ്പെട്ടില്ലേ? എന്തേ ആ വിദ്യാർത്ഥികളോട് ഒരു വാക്ക് പറയാൻ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി കഴിയാതെ പോയത്? ഇറ്റാലിയൻ പ്രധാനമന്ത്രി മെലോണിക്ക് മെലഡിയും കൊണ്ടുപോകാൻ മോഡിക്ക് സമയമുണ്ടായിരുന്നല്ലോ. എന്തേ ഈ നാട്ടിലെ വിദ്യാർത്ഥികളുടെ ഈ വിഷയത്തിൽ ഇടപെടാൻ അദ്ദേഹത്തിന് സമയമില്ലാതെ പോയി? 22 വിദ്യാർത്ഥികൾ രാജ്യത്ത് നീറ്റ് പരീക്ഷ അട്ടിമറിക്കപ്പെട്ടതിന് ശേഷം ഇന്നുവരെ ആത്മഹത്യ ചെയ്തു. ഒരു കേന്ദ്രമന്ത്രിക്ക് ഈ 22 വിദ്യാർത്ഥികളുടെ ഒരാളുടെ വീട്ടിലേക്കൊന്ന് പോകാൻ എന്തുകൊണ്ട് ഈ ഇന്ത്യയിൽ സമയമുണ്ടായില്ല? നിങ്ങൾ NCERT പാഠപുസ്തകത്തിൽ ഇന്നും വെട്ടിമാറ്റാത്തൊരു ഭാഗമുണ്ട് കേട്ടോ. വൈ ഡെമോക്രാറ്റിക് ഗവൺമെൻറ് ഈസ് ഇമ്പോർട്ടൻറ്റ്, വൈ ഡെമോക്രാറ്റിക് ഗവൺമെൻറ് ഈസ് ഇമ്പോർട്ടൻറ്റ് എന്ന ചോദ്യത്തിന് നിങ്ങളുടെ NCERT പുസ്തകം പറയുന്ന ഉത്തരം ഡെമോക്രാറ്റിക് ഗവൺമെൻറ് എൻഷ്യൂർ ട്രാൻസ്പെറൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി എന്നാണ്. എവിടെയാണ് സാർ ഈ ഇന്ത്യ മഹാരാജ്യത്ത് ട്രാൻസ്പെറൻസിയും അക്കൗണ്ടബിലിറ്റിയും? ഈ രണ്ടും രാജ്യത്ത് നഷ്ടപ്പെട്ടിട്ട് 11 വർഷമാകുന്നില്ല. അത് ചോദിക്കാതെ രാജ്യത്തെ വിദ്യാർത്ഥികൾ മിണ്ടാതിരിക്കണമെന്നാണ് നിങ്ങൾ പറയുന്നത്? SFI CJPയുടെ പിന്നിലല്ല സാർ. ഈ ഗവൺമെൻറ്റിൻ്റെ ട്രാൻസ്പെറൻസി വിരുദ്ധമായ, ജനാധിപത്യ വിരുദ്ധമായ, അക്കൗണ്ടബിലിറ്റി ഇല്ലാത്ത ഭരണത്തിനെതിരെ മുന്നിലാണ് SFI സമരം ചെയ്യുന്നത്. JNU നിങ്ങൾ നോക്ക്, ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നോക്ക്, അംബേദ്കർ യൂണിവേഴ്സിറ്റി നോക്ക്, ഹിമാചൽ പ്രദേശ് യൂണിവേഴ്സിറ്റി നോക്ക്, അഹമ്മദാബാദ് യൂണിവേഴ്സിറ്റി നോക്ക്, സെൻട്രൽ യൂണിവേഴ്സിറ്റി. ഞാൻ കേരളത്തെ പറ്റി പറയുന്നില്ല, നിങ്ങൾ കേരളത്തെ മാറ്റി നിർത്തി പറ. അഹമ്മദാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ, രാജ്യത്തെ IITകളിൽ, NITകളിൽ, സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ SFI സമരത്തിലുണ്ട്. ഹൈദരാബാദും പോണ്ടിച്ചേരിയും ഉൾപ്പെടെ ആ സമരങ്ങളെല്ലാം ഈ വിദ്യാർത്ഥി അവകാശങ്ങൾക്ക് വേണ്ടിയാണ്. ഈ 22 കുട്ടികളുണ്ടല്ലോ, നിങ്ങൾ എന്തൊക്കെ മുദ്രാവാക്യങ്ങൾ ഈ 11 വർഷത്തിനകത്ത് അവർക്ക് എല്ലാ മുദ്രാവാക്യം ഞാൻ ഓർത്തെടുക്കുന്നില്ല. അച്ഛേ ദിൻ ആനെ വാല ഹെ മോഡിയുടെ മുദ്രാവാക്യമാണ്. സബ്കാ സാത്ത് സബ്കാ വികാസ് മോഡിയുടെ മുദ്രാവാക്യമാണ്. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ. ഈ ചർച്ചയിൽ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. മോഡി 2014-ലെയും 2021-ലെയും തെരഞ്ഞെടുപ്പിൽ ഉയർത്തിയ
2019 തെരഞ്ഞെടുപ്പിൽ പ്രധാനപ്പെട്ട മുദ്രാവാക്യമാണ്. ആകാംക്ഷ എന്നൊരു പെൺകുട്ടി മരണപ്പെട്ടു കേട്ടോ, ആത്മഹത്യ ചെയ്തതാണ്. ആ പെൺകുട്ടിയുടെ ആത്മഹത്യാക്കുറിപ്പ് സമയമുണ്ടെങ്കിൽ യുവമോർച്ചയുടെ ജനറൽ സെക്രട്ടറി ഒന്നെടുത്ത് മനസാക്ഷിയോടെ വായിച്ചു നോക്കാൻ തയ്യാറാവണം. കണ്ണടച്ച് ഇരുട്ടാക്കി വായിക്കരുത്. ആ കുട്ടി എഴുതിയത്, എൻ്റെ അച്ഛനെയും അമ്മയെയും നിരാശപ്പെടുത്തേണ്ടി വരികയാണ്, എനിക്ക് ഈ സമ്മർദ്ദം താങ്ങാൻ കഴിയുന്നില്ല. കിസാൻ ക്രെഡിറ്റ് ലോൺ എടുത്ത് നീറ്റ് കോച്ചിങ് സെൻറ്ററിൽ കൊണ്ട് ചേർത്ത് 3.5 ലക്ഷം രൂപ ലോൺ എടുത്ത് ആ കുഞ്ഞിനെ പഠിപ്പിച്ചിട്ട് ആ കുഞ്ഞിന് മാനസിക സമ്മർദ്ദം താങ്ങാനാകാതെ ആത്മഹത്യ ചെയ്യേണ്ടി വന്ന ഇന്ത്യയിലാണ് സാർ ഞാനും നിങ്ങളും ജീവിക്കുന്ന. ആകാംക്ഷയുടെ മരണത്തിൻ്റെ ഉത്തരവാദി രാജ്യം ഭരിക്കുന്നവരല്ലേ? ആ ആകാംക്ഷയുടെ വിഷമം അഡ്രസ്സ് ചെയ്യാൻ രാജ്യം ഭരിക്കുന്ന ഗവൺമെൻറ്റിന് കഴിഞ്ഞിരുന്നെങ്കിൽ ആ കുട്ടി ഉണ്ടാകുമായിരുന്നില്ലേ? IJ ഉൾപ്പെടെ 22 പേർ മരണപ്പെടുമ്പോൾ അതിൽ ബഹുഭൂരിപക്ഷം പെൺകുട്ടികളാണ്. എവിടെ ബേട്ടി പെടാവോ, എവിടെ ബേട്ടി ബച്ചാവോ? ഏത് പെൺകുട്ടിയെ രക്ഷിച്ചു, ഏത് പെൺകുട്ടിയെ പഠിപ്പിച്ചു? നിങ്ങൾ സമരപരമ്പരയുടെ ഒരു വലിയ ചരിത്രം ഇവിടെ തുറന്നല്ലോ. രാജ്യ തലസ്ഥാനത്ത് ഉൾപ്പെടെ UPA ഗവൺമെൻറ് ഭരിച്ചിരുന്ന സമയത്ത് എന്തേ ഈ കുട്ടികൾ ആത്മഹത്യ ചെയ്യുമ്പോൾ, ഈ പരീക്ഷ അട്ടിമറി ചെയ്യുമ്പോൾ നിങ്ങളുടെ വിദ്യാർത്ഥി സംഘടനയ്ക്ക് ഒരു മുദ്രാവാക്യം വിളിക്കണമെന്ന് തോന്നാത്തത്? അവിടെയാണ് എൻ്റെ അടിസ്ഥാനപരമായ ചോദ്യം. ഇതിൻ്റെ ഉത്തരവാദി ആര്? ഇപ്പോൾ മന്ത്രിയെ നിങ്ങൾ സംരക്ഷിക്കുന്നു. മന്ത്രിയല്ല ഉത്തരവാദിയെങ്കിൽ ഇതിൻ്റെ ഉത്തരവാദിയെ കണ്ടെത്തി രാജ്യത്തെ ജനങ്ങൾക്ക് മുന്നിൽ ബോധ്യപ്പെടുത്താൻ നിങ്ങൾക്കൊരു ഉത്തരവാദിത്വമില്ല. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഞങ്ങളെ വിടൂ. ഞങ്ങൾ രാജ്യദ്രോഹികളായിക്കോട്ടെ, ഞങ്ങൾ നിങ്ങൾക്കെതിരായി രാഷ്ട്രീയം പറയുന്നവരായിക്കോട്ടെ, ഞങ്ങൾ ഇടതുപക്ഷക്കാരായിക്കോട്ടെ, ഞങ്ങൾ അല്ലെങ്കിൽ CJPക്കാരായിക്കോട്ടെ, കോൺഗ്രസ്സുകാരായിക്കോട്ടെ, സമാജ്വാദി പാർട്ടിക്കാരായിക്കോട്ടെ, ഏത് പാർട്ടി ആയിക്കോട്ടെ, നിങ്ങളല്ല ഞങ്ങൾ. പക്ഷേ നിങ്ങൾക്കൊരു ഉത്തരവാദിത്വമില്ലേ? നിങ്ങൾ ഭരിക്കുന്ന പാർട്ടിയല്ലേ? നിങ്ങൾ ഭരിക്കുമ്പോൾ രാജ്യത്ത് വിദ്യാർത്ഥികൾ ഇങ്ങനെ ആത്മഹത്യ ചെയ്യുമ്പോൾ ആ ആത്മഹത്യ ചെയ്യുന്ന വിദ്യാർത്ഥികൾ എന്തുകൊണ്ട് ഭരിക്കുന്നു, എന്തുകൊണ്ട് അവർ ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നു, എന്തുകൊണ്ട് പരീക്ഷ അട്ടിമറിക്കപ്പെടുന്നു എന്നൊന്ന് അന്വേഷിക്കാൻ നിങ്ങൾക്ക് ഉത്തരവാദിത്വം ഇല്ലേ സാർ? ഞാൻ നിങ്ങളോടാണ് ചോദിക്കുന്നത്. 60 പരീക്ഷകളാണ് കേട്ടോ കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് രാജ്യത്ത് അട്ടിമറിക്കപ്പെട്ടത്. എന്തേ അഡ്രസ്സ് ചെയ്യപ്പെടാതെ പോകുന്നത്? എന്തേ രാജ്യത്തെ ഗവൺമെൻറ് അതിൻ്റെ ഉത്തരവാദിത്വത്തെപ്പറ്റി, ഉത്തരവാദികളെ പറ്റി പറയാതെ പോകുന്നത്? അവിടെയാണ് പ്രധാനമന്ത്രി ഇതിന് ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്നും വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്നും വിദ്യാർത്ഥികളിൽ നിന്ന് ഉയർന്നു വരുന്നത്. ആ മുദ്രാവാക്യത്തെ ദേശവിരുദ്ധമായി ചിത്രീകരിച്ചാൽ പിന്നെ ആരെയാണ് നിങ്ങൾ ഈ രാജ്യത്ത് ഉൾപ്പെടുത്താൻ പോകുന്നത്? കുറേ നാളെല്ലാവരെയും പാകിസ്ഥാനിലേക്ക് പറഞ്ഞു വിടാനാണ് BJPക്കാരും RSകാരും നടന്നത്. പിന്നെ അഖണ്ഡ ഭാരതവും ഭാരതമാതാവും ഒക്കെ വന്നപ്പോൾ അഖണ്ഡ ഭാരതത്തിൽ പാകിസ്ഥാൻ്റെ മാപ്പും കൂടി വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ പാകിസ്ഥാനെ പറ്റി പറയുന്നില്ല. ചൈനീസ് ചാരന്മാർ, ഖാലിസ്ഥാൻവാദികൾ, തീവ്രവാദികൾ നുഴഞ്ഞു കയറുന്ന ഏത് തീവ്രവാദിയാണ് സാർ? ഗവൺമെൻറ്റിനെ ചോദ്യം ചെയ്യുന്നവർ തീവ്രവാദികളാണോ? അനീതിക്കെതിരെ ശബ്ദമുയർത്തുന്നവർ തീവ്രവാദികളാണോ? രാജ്യത്തെ ഗവൺമെൻറ് ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം, അക്കൗണ്ടബിൾ ആയിരിക്കണം എന്ന് മുദ്രാവാക്യം ഉയർത്തുന്നവർ തീവ്രവാദികളാണോ? അങ്ങനെ ആരെയൊക്കെ നിങ്ങൾ തീവ്രവാദത്തിൻ്റെ പട്ടികയിലേക്ക് വരുത്തും? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. 3 വിഭാഗം ജനങ്ങൾ രാജ്യത്തുണ്ട്. ഒന്ന്, നിങ്ങളെ അനുകൂലിക്കുന്നവർ, നിങ്ങളുടെ RSSൻ്റെ കണ്ണിയിൽ ബന്ധിക്കപ്പെട്ടവർ. 2, ഈ രാജ്യത്ത് നിങ്ങൾക്കെതിരായ അതിശക്തമായ രാഷ്ട്രീയം പറയുന്നവർ. 3, നിഷ്പക്ഷമായ ജനവിഭാഗം. ആ നിഷ്പക്ഷമായ ജനവിഭാഗത്തിനിടയ്ക്ക് നിന്നാണ് ഇന്ന് അതിശക്തമായ പ്രതിഷേധം നിങ്ങൾക്കെതിരായി ഉയർന്നു വരുന്നത്. നിങ്ങൾക്ക് വേണ്ടി കഴിഞ്ഞ കാലങ്ങളിൽ വോട്ട് ചെയ്തവരാണ് ഇന്ന് നിങ്ങൾക്കെതിരായി രാജ്യ തലസ്ഥാനത്തും രാജ്യത്തിൻ്റെ ഓരോ തെരുവിലിറങ്ങി വർത്തമാനം പറയുന്നത്. അതിൻ്റെ ജാള്യതയിലാണ്, അതിൻ്റെ വിരളിയിലാണ് നിങ്ങൾ ഈ പറയുന്ന നിങ്ങളുടെ വിസ്ഫോടനാത്മകമായ സമരത്തെ നേരിടുന്ന പുതിയ തന്ത്രം പുറത്തു വന്നതെന്നൊക്കെ നല്ല രാഷ്ട്രീയ ബോധം ഞങ്ങൾക്കുണ്ട്. നിങ്ങൾ വിറങ്ങലിച്ചതിൻ്റെ കാരണം ഞങ്ങളെ കൂടാതെ ഞങ്ങളുടെ കൂടെ രാജ്യത്തെ നിഷ്പക്ഷരായ വലിയൊരു ജനവിഭാഗം കൂടി ഈ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് അണിനിരക്കുന്നു എന്നതാണ് നിങ്ങളെ ഭയപ്പെടുത്തുന്ന കാര്യം. കാലാകാലങ്ങളിൽ വോട്ട് ബാങ്കായി നിങ്ങൾ കൊണ്ടു നടന്നവർ, മതം പറഞ്ഞ്, ജാതി പറഞ്ഞ്, വർഗീയത പറഞ്ഞ്, അടിസ്ഥാനപരമായ ജനകീയ വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ നിങ്ങൾ നടത്തിയ സോഷ്യൽ എഞ്ചിനീയറിംഗ് തെരഞ്ഞെടുപ്പ് ടാക്ടിക്സിനെ, ആ ടാക്ടിക്സിൻ്റെ കെട്ടുപാടുകൾ പൊട്ടിച്ചെറിഞ്ഞ് എൻ്റെ ജീവിതവും എൻ്റെ മക്കളുടെ ഭാവിയും എൻ്റെ നാടിൻ്റെ ഭാവിയുമാണ് എൻ്റെ ജീവിതത്തെ ബാധിക്കുന്ന ഏറ്റവും അടിസ്ഥാന പ്രശ്നമെന്ന് തിരിച്ചറിഞ്ഞ് ലക്ഷക്കണക്കിന് വരുന്ന നിഷ്പക്ഷ കുടുംബങ്ങൾ ഈ സമരത്തിൽ അണിനിരക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ സമരത്തെ തള്ളിപ്പറയേണ്ടി വരുന്നത്. ആ പൊള്ളലാണ് നിങ്ങളെ ഇപ്പോൾ വല്ലാതെ വേദനിപ്പിക്കുന്നത്. ശിവപ്രസാദ് പറഞ്ഞത് അഖിൽ കേട്ടിട്ടുണ്ടാവില്ലേ ശിവപ്രസാദ്? 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് പറഞ്ഞു. ഒറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. ഒറ്റ കാര്യം കൂടി പറഞ്ഞു. ഏതായാലും കേരളത്തിലെ ഗവൺമെൻറ്റിനെ വിമർശിക്കാൻ പല കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അഖിൽ കോവിഡിനെ പറ്റി പറഞ്ഞത് ഒരു അസാമാന്യ ഒരു പ്രതികരണമായി പോയെന്ന് എനിക്ക് തോന്നുകയാണ്. കാരണം അഖിൽ കേരളക്കാരനാണ്, മലയാളിയായതിൽ അഭിമാനിക്കുന്ന ആളാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട അഖിലെ, ആത്മാർത്ഥമായി നെഞ്ചിൽ ഒന്ന് നെഞ്ചിലേക്ക് വെച്ചിട്ട് ഈ TV സ്ക്രീനിൽ നിന്ന് പറഞ്ഞ്, രാജ്യത്ത് കോവിഡ് വന്നപ്പോൾ പട്ടിണി കിടന്ന് മനുഷ്യർ മരിക്കാത്ത ഒരേ ഒരു സംസ്ഥാനം ഏതായിരുന്നെങ്കിലേ?
കണക്ക് വെച്ച് രേഖ വെച്ച് സ്റ്റാറ്റിക്സ് വെച്ച് ഒന്ന് വിശദീകരിക്കാമോ? റെയിൽവേ ട്രാക്കിലൂടെ ആഹാരത്തിന് വേണ്ടി നടന്ന് ആ റെയിൽവേ ട്രാക്കിൽ കുഴഞ്ഞു വീണ മനുഷ്യർ, ഗംഗാ നദി ഉൾപ്പെടെ രാജ്യത്തെ പുരാതനമായ പുണ്യനദികളെന്ന് നിങ്ങൾ വിശേഷിപ്പിക്കുന്ന നദികളിലൂടെ മൃതശരീരങ്ങൾ ഒഴുകി നടന്ന ഇന്ത്യയിൽ ആരായിരുന്നു ഇന്ത്യ ഭരിച്ചിരുന്നത്? പാത്രം കൊട്ടാനും വിളക്ക് കത്തിക്കാനും കോവിഡ് സമയത്ത് പറഞ്ഞ് തൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടിപ്പോയ പ്രധാനമന്ത്രി അല്ലായിരുന്നു സഖാവ് പിണറായി വിജയൻ. അഭിമാനത്തോടെ പറയുകയാണ്, ആ പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ കോവിഡ് സമയത്ത് ഒരു മനുഷ്യൻ പോലും കേരളത്തിൽ ഓക്സിജൻ കിട്ടാതെയോ ഭക്ഷണം കിട്ടാതെയോ മരിച്ചിട്ടില്ല എന്നത് അഭിമാനമാണ് അഖിലെ. അത് എനിക്ക് മാത്രമല്ല, മലയാളി എന്ന നിലയിൽ അഖിലിനും അഭിമാനിക്കാം. ഇന്ത്യയുടെ ഒരു സംസ്ഥാനം അത്ര സുത്യർഹമായൊരു സേവനം കോവിഡ് സമയത്ത് നടത്തിയതിൽ അഖിലിന് വാനോളം അഭിമാനിക്കാം എന്നുകൂടി ഞാൻ കൂട്ടിച്ചേർത്ത് പറയണം. അത് പറഞ്ഞ് പോവാതിരുന്നാൽ ഒരു പക്ഷേ ഈ ചർച്ച അപൂർണമായി പോകും. യെസ് അത് തന്നെയാണ്.